കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റാങ്കോട് കൂടി പാസ്സായ ഒരു കൊച്ചുമിടുക്കി തനിക്ക് വന്ന ഒരു റോങ് നമ്പറിന്റെ പുറകെ റോങ് ആയി പോയി. ഏതാനും ആഴ്ചകൾക്കുള്ളില് പോയി മതം മാറ്റ കേന്ദ്രത്തില് പൊന്നാനിയിലെത്തിയപ്പോ സ്നേഹിച്ച് ലാളിച്ചു വളർത്തിയ രക്ഷിതാക്കള് ഒരു ഹേബിയസ് കോർപ്പസ് ഹർജി കൊടുത്തു കുട്ടിയെ ഒന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തു എന്നറിഞ്ഞപ്പോ എടിപിടിന്ന് കുട്ടിക്ക് വേണ്ടി ഒരു വിവാഹ കരാർ ഉണ്ടാക്കുകയും വിവാഹം കഴിച്ച ഭർത്താവും ഒന്നിച്ച് കുട്ടി കോടതിയിലെത്തുകയും ചെയ്തു. കുട്ടിക്ക് 18 വയസ്സ് കഴിഞ്ഞതാണ്. നമുക്കറിയാം നമ്മുടെ നിയമത്തിന്റെ പ്രത്യേകത, 18 വയസ്സ് കഴിഞ്ഞാൽ ആള് മേജറായി, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തില് അല്ലെ. ഈ സ്ത്രീ പീഡന കേസുകളൊക്കെ വളരെ രസകരമാണ്. നാളെയാണ് 18 വയസ്സ് കുട്ടിക്ക് തികയണമെങ്കിൽ ഇന്ന് പീഡിപ്പിച്ചാൽ ആള് വട്ടം തിരിഞ്ഞു പോയി. കാരണം പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ പീഡിപ്പിച്ച കുറ്റത്തിന് സംഗതി കുലുമാലായി. നാളെയാണെങ്കിൽ രക്ഷപ്പെട്ടു, ഉഭയകക്ഷി സമ്മതപ്രകാരമാണെന്ന് പറഞ്ഞാൽ വലിയ അബദ്ധമല്ല. അപ്പൊ ഒറ്റ ദിവസം കൊണ്ട് കുട്ടി അങ്ങ് മേജറായി പോകുന്നതാണ് നമ്മുടെ നിയമം ഇരിക്കുന്നത്. പലപ്പോഴും ഇനിയിപ്പോ എല്ലാവരും പീഡിപ്പിക്കാൻ പോകുന്നതിന്റെ മുമ്പ് കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ നടക്കുക. കാരണം 18 അങ്ങോട്ട് ആയി എന്ന് ഉറപ്പ് വരുത്തിയാൽ നേരത്തെ പറഞ്ഞ പുലിവാലൊന്നും ഒഴിവാവാലോ. പ്രായപൂർത്തിയാവാത്ത കുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള കേസ്. അപ്പൊ ബർത്ത് സർട്ടിഫിക്കറ്റ് മേടിച്ച് പീഡിപ്പിക്കുന്ന കാലം അനധിവിദൂരമല്ല. അപ്പൊ നമ്മുടെ നിയമം നിൽക്കുന്നത് അങ്ങനെയാണ്. ഈ കുട്ടിയോടും ചോദിച്ചപ്പോ കുട്ടി കോടതി കയറ്റി മജിസ്ട്രേറ്റ് ചോദിച്ചപ്പോ ആരോ പഠിപ്പിച്ചതുപോലെ കുട്ടി തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് കോടതി കൂട്ടി നിന്ന് പറഞ്ഞു. എന്റെ ഇഷ്ടപ്രകാരമാണ് മതം മാറിയത്, എന്റെ ഇഷ്ടപ്രകാരമാണ് കല്യാണം കഴിച്ചത്, എനിക്ക് ഈ കല്യാണം കഴിച്ച് എന്റെ ഇപ്പോഴത്തെ ഭർത്താവിനെ മതി, ഇപ്പോഴത്തെ മതം മതി, അമ്മയും വേണ്ട അച്ഛനെയും വേണ്ട എന്ന് പറഞ്ഞു. കണ്ണിന്ന് ചോര ചാടിച്ചുകൊണ്ട് ആ മാതാപിതാക്കള് കോടതിയിൽ നിന്ന് ഇറങ്ങി. ഇത് കണ്ട ആ കേസ് കേട്ട മജിസ്ട്രേറ്റ് ഈ കുട്ടിക്ക് വേണ്ടി പെൺകുട്ടിയുടെ രക്ഷിതാക്കൾക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റിനോട് സ്വകാര്യമായി അല്ലെങ്കിൽ തന്റെ സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ നിയമത്തിന്റെ സംരക്ഷകരും വ്യാഖ്യാതാക്കളും മാത്രമാണ്, പരിഷ്കർത്താക്കളല്ല. ഞങ്ങൾക്ക് നിയമം മാറ്റാൻ നിവൃത്തിയില്ല. 18 വയസ്സായ കുട്ടി പറഞ്ഞതാണ് നിയമം. പക്ഷേ ഇത്തരത്തിലുള്ള കണ്ണുനീര് ഇന്ന് കേരളത്തിലെ കോടതി വരാന്തകളിൽ അങ്ങോളം വീഴുന്നുണ്ട്. ഇത് ഞങ്ങൾ കാണുന്നു. കണ്ണിൽ നിന്ന് ചോര ചാടിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന മാതാപിതാക്കൾ ഇന്ന് കേരളത്തിലെ കോടതികളിൽ നിത്യ കാഴ്ചയായി മാറുന്നു. അതുകൊണ്ട് ഇനി ഒരു കോടതി വരാന്തയിലും ഇത്തരം ഒരു കണ്ണുനീര് വീഴില്ല എന്ന് ഉറപ്പുവരുത്താൻ ഇവിടുത്തെ സമൂഹത്തിനാകില്ല എന്ന് അദ്ദേഹം ചോദിച്ചു. നിയമത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല, നിയമത്തിന് പരിധിയുണ്ട്, പരിമിതിയുണ്ട്. പക്ഷെ ഇവിടുത്തെ സമൂഹത്തിന് സാധിക്കില്ലേ ഇനി ഇത്തരം ഒരു കണ്ണുനീര് കേരളത്തിലെ ഒരു കോടതി വരാന്തയിലും വീഴില്ല എന്ന് ഉറപ്പുവരുത്താൻ ഇവിടുത്തെ സമൂഹത്തിന് സാധിക്കില്ലേ എന്ന് ആ മജിസ്ട്രേറ്റ് അഡ്വക്കേറ്റിനോട് ചോദിച്ചു. ആ ചോദ്യം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു. ഇവിടുത്തെ സമൂഹത്തിന് സാധിക്കില്ലേ ഇനി ഒരു കോടതി വരാന്തയിലും അത്തരം ഒരു കണ്ണുനീര്, കണ്ണിൽ നിന്ന് ചോര ചാടിച്ചുകൊണ്ട് മാതാപിതാക്കൾ ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ലേ? കേരളത്തിലെ ഹൈന്ദവ സംഘടനകള് ആ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു. ഇനി ഒരു കോടതി വരാന്തയിൽ നിന്നും അത്തരത്തിൽ കണ്ണുനീരോടുകൂടി ഇറങ്ങിപ്പോകുന്ന ഒരു രക്ഷിതാവ് ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ ഇപ്പൊ രൂപം കൊടുത്തിരിക്കുന്നതും അത് പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരുന്നതും. കാരണം നിവൃത്തി കെട്ടിട്ട നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരിക നായകന്മാര് പറഞ്ഞ പോലെ തന്നെ പ്രേമം ഉദാത്തമായ വികാരമാണ്. ആയിക്കോട്ടെ, ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണല്ലോ അമ്മ. ഈ പറഞ്ഞവരൊക്കെ അവനാന്റെ മക്കളെ പ്രേമിക്കാൻ വിടുന്നുണ്ടോ നമുക്ക് നിശ്ചയില്ല. ആയിക്കോട്ടെ, പ്രേമം ഉദാത്തമായ വികാര, രാധാകൃഷ്ണ സങ്കല്പം നിറഞ്ഞു നിൽക്കുന്ന ഈ ഭാരതത്തിൽ നമുക്കത് മനസ്സിലാവും. പ്രേമം ഉദാത്തമായ സങ്കല്പമാണ്. പ്രേമത്തിന് കണ്ണുമില്ല, കാതുമില്ല, മൂക്കുമില്ല. കണ്ണും കാതും മൂക്കും ഇല്ലാത്ത സാധനത്തിന് ഈ മതം ഉണ്ടാവണത് എവിടുന്നാണ്? അവിടെ മാത്രമേ നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ. കണ്ണുമില്ല, കാതുമില്ല, മൂക്കും ഇല്ലാത്ത സാധനത്തിന് എവിടുന്നാ ഈ മതം ഉണ്ടാകുന്നത്? പ്രേമവും പൊന്നാനിയും തമ്മിലുള്ള ബന്ധമുണ്ടാ? ആ ബന്ധത്തെ മാത്രമേ നമ്മൾ ചോദ്യം ചെയ്യുന്നുള്ളൂ. നമ്മളല്ലാതെ പ്രേമത്തെ ചോദ്യം ചെയ്യുന്നില്ല. പ്രേമത്തിന്റെ സർവകലാശാലയാണോ പൊന്നാനി? അവിടെ നിന്നാണോ ഇതിന്റെ സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യുന്നത്? അവിടെ നിന്നാണോ ഇത് വിലക്കി ചേർക്കുന്നത്? അപ്പൊ നമ്മളാരും പ്രേമത്തെ അല്ല എതിർക്കുന്നത്. പ്രേമം ഉദാത്തമായ വികാരമാണെങ്കിൽ ആയിക്കോട്ടെ, നടന്നോട്ടെ, നമുക്ക് ആർക്കും ആക്ഷേപമില്ല. സ്വന്തം രക്ഷിതാക്കളെ പോലും വിസ്മരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകാൻ ഒരു വിഭാഗം തയ്യാറാകുമ്പോ മറ്റൊരു വിഭാഗം സ്വന്തം മതത്തിന് വേണ്ടി വാശി പിടിക്കുന്നുവെങ്കിൽ അവിടെ പ്രേമത്തിനപ്പുറം മറ്റു ചിലരുണ്ട് എന്ന് തിരിച്ചറിയാൻ അന്നം തിന്നുന്ന ബുദ്ധി മതി, അധിക ബുദ്ധിയൊന്നും വേണ്ട. ഒരു വിഭാഗം രക്ഷിതാക്കളെ പോലും തള്ളിപ്പറഞ്ഞു പോകുമ്പോൾ മറ്റൊരു വിഭാഗത്തിന് സ്വന്തം മതമാണ് വലുത്.
ആദ്യം മതംമാറ്റ കേന്ദ്രത്തിലാണ് എത്തിക്കുന്നത്. അതിനുശേഷമാണ് ഹേബിയസ് കോർപ്പസ് ഹർജി വരുമ്പോഴാണ് പലപ്പോഴും തിടുക്കം പിടിച്ച് ഒരു വിവാഹ കരാർ ഉണ്ടാക്കുന്ന, ഒരു വിവാഹം ഉണ്ടാക്കുന്നത് കൊണ്ടുപോകുന്നത്. കാരണം അല്ലെങ്കിൽ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസാവും. എന്തിനു പോയി എന്ന് വെച്ചാൽ വിവാഹം കഴിച്ചുകൊണ്ട് പോയി എന്നാൽ അത് രണ്ടാമത്തെ സ്ഥാനമാണ് കൊടുക്കുന്നത്. ഇവിടെയാണ് നമുക്ക് ഇതിനെ ചോദ്യം ചെയ്യേണ്ടി വരുന്നത്. ഇത്തരത്തിലുള്ള മതം മാറ്റം എന്തിന് പ്രേമത്തിന്റെ പേരിൽ നടക്കുന്നു എന്നുള്ളത്. ഒരുമ്പട്ട് പോകുന്ന പെണ്ണുങ്ങൾ അങ്ങനെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് തള്ളാൻ കഴിയുമോ? പെൺകുട്ടികളുടെ കുറ്റമല്ല, പെൺകുട്ടികളുടെ കുറ്റമല്ല. കാരണം അവർ നിഷ്കളങ്കരാണ്. ആ നിഷ്കളങ്കതയെയാണ് ഇവര് മുതലെടുക്കുന്നത്. സമൂഹത്തിന്റെ കാപട്യം എന്തെന്നറിയാത്തവരാണ് ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ ചെന്നുപെടുന്നത്. നമ്മൾ ആ കാപട്യത്തെ ഒരിക്കലും അവർക്ക് മുന്നിൽ കാണിച്ചു കൊടുത്തിട്ടില്ല എന്നതാണ് സത്യം. മതേതരത്വത്തിന്റെ പേരിൽ, മതസഹിഷ്ണുതയുടെ പേരില് മറ്റുള്ളവർക്ക് മുന്നിൽ നല്ല പേര് കിട്ടാൻ വേണ്ടിയിട്ട് പലതും അകത്ത് ഒതുക്കി വെച്ചുകൊണ്ട് പുറത്ത് അഭിനയിച്ച നമ്മൾ സമൂഹത്തിന്റെ കാപട്യത്തെ കുട്ടികളിലേക്ക് എത്തിച്ചിട്ടില്ല, മനസ്സിലാകാനുള്ള സമയം കൊടുത്തിട്ടില്ല. അവിടെയാണ് ഈ കാപട്യമൊന്നും കുട്ടികൾക്ക് തിരിച്ചറിയാതെ പോയതും അവർ സ്വയം ിലേക്ക് പാഞ്ഞു വീണ് നശിക്കുന്ന ഈയാം പാറ്റകളെ പോലെ ജീവിതം നശിപ്പിക്കുകയും ചെയ്യുന്നത്. ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾ ആഭ്യന്തര വകുപ്പിനോട് ചോദിക്കുന്നില്ല. ഇനി അത് പേര് പറയേണ്ടെങ്കിൽ വേണ്ട, എന്ത് പേര് പറഞ്ഞാലും ഞങ്ങളുടെ കുടുംബത്തെ സ്വൈരം ഉണ്ടാക്കുന്ന നടപടിയെ പറ്റിയാണ് ഞങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. കുടുംബ ഭദ്രതയെ പറ്റിയാണ്. നിങ്ങൾ എന്ത് പേര് വേണമെങ്കിൽ ഇട്ട് വിളിച്ചോളി. എന്ത് പേരിട്ട് വിളിച്ചാലും സംഗതി കുടുംബത്തിന്റെ കണ്ണുനീരാണ് എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പിനോടോ DGPയോടോ ഞങ്ങൾ ലവ് ജിഹാദ് ഉണ്ടോ എന്ന് ചോദിക്കുന്നില്ല. ലവ് ജിഹാദിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിലോ എത്ര പേർ ഇസ്ലാം മതത്തിലേക്ക് മതം മാറിയെന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. കാരണം അതൊന്നും ചോദിച്ചാൽ ഉത്തരം കിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം. നേരെ മറിച്ച് തേജസ് അടക്കമുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, അവിടെ ഇത്ര പേര് ഹിന്ദുവിലേക്ക് കയറി, ഇവിടെ അത്ര പേര് ഹിന്ദുവിലേക്ക് കയറി. എളുപ്പം എല്ലാവർക്കും അറിയാം. ഇപ്പൊ ബഹുമാനപ്പെട്ട DGPയോട് കോടതി എന്ന് ചോദിച്ചാൽ ഹിന്ദു മതത്തിലേക്ക് 2008-2009 വർഷത്തിൽ എത്ര പേർ മതം മാറിയിട്ടുണ്ട് എന്ന് ചോദിച്ചാല് അദ്ദേഹത്തിന് നാട് മുഴുവൻ തലങ്ങും നടന്ന് അന്വേഷിക്കേണ്ട. തന്റെ വീട്ടില് തന്റെ മടിയിലുള്ള ലാപ്ടോപ്പിൽ ഒരു സ്വിച്ച് അമർത്തിയാൽ മതി, കണക്ക് ഇങ്ങോട്ട് വരും. എത്ര പേർ മതം മാറിയിട്ടുണ്ട് എന്ന കണക്ക് അവിടെ കൃത്യമായിട്ട് വരും. എന്തുകൊണ്ട്? മതം മാറാൻ ആധികാരികമായി അവകാശമുള്ള സ്ഥലങ്ങളിലെ ഒരു ഉദാഹരണമാണ് കോഴിക്കോട് ആര്യ സമാജം. ഈ കോഴിക്കോട് ആര്യ സമാജത്തിൽ ചെന്ന് ഹിന്ദു മതത്തിലേക്ക് ഒരാളെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ 1000 രൂപ അടക്കണം. 1. 2, ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് ഒരു ഫോം പൂരിപ്പിച്ചു കൊടുക്കണം. ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് ഒരു ഫോം പൂരിപ്പിച്ചു കൊടുത്താലേ അവിടെ മതം മാറ്റം നടത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട DGPക്ക് കണക്ക് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു സ്വിച്ച് ഒന്ന് അമർത്തിയാൽ എത്ര പേരെന്ന കണക്ക് കിട്ടാൻ അദ്ദേഹത്തിന് എളുപ്പം സാധിക്കും. അതുപോലെ എല്ലാ ഇസ്ലാം മതത്തിലേക്കും ക്രൈസ്തവ മതത്തിലേക്കും ഉള്ളത്. അതുകൊണ്ട് എത്ര പേർ മാറി എന്ന് ഞങ്ങൾ ചോദിക്കില്ല. ഏത് പള്ളി കൊണ്ടുപോയിട്ട് തലയിൽ കൂടി വെള്ളം ഒഴിച്ചാലും മതം മാറി. എവിടെ കൊണ്ടുപോയിട്ട് മറ്റേ കർമ്മം ചെയ്താൽ വേറൊരു വിധത്തിലുള്ള മതം മാറ്റവും കഴിഞ്ഞു. ആധികാരികമായ കേന്ദ്രം. അപ്പൊ ഞങ്ങൾ ചോദിക്കുന്നത് എത്ര പേര് മതം മാറി എന്നുള്ളതല്ല. അങ്ങനത്തെ വിഡ്ഢി ചോദ്യം ഒന്നും ചോദിച്ചാൽ ഉത്തരം കിട്ടാത്ത ചോദ്യം ചോദിച്ചാൽ എന്തിനു വെറുതെ വിഷമിക്കുന്നു? ഞങ്ങൾ ചോദിക്കുന്നത് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനോട്, ഇവിടെ ഇസ്ലാം മതത്തിലേക്ക് മതം മാറ്റാൻ അധികാരമുള്ള എത്ര കേന്ദ്രങ്ങളുണ്ട് എന്നതിനെ പറ്റിയിട്ടാണ്. അധികൃതമായി പ്രവർത്തിക്കുന്ന എത്ര കേന്ദ്രങ്ങൾ ഇവിടെ ഉണ്ട്? അതല്ലാത്ത കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ അടച്ചുപൂട്ടാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ്. മറ്റൊന്നിനെ പറ്റിയും ചോദിക്കുന്നില്ല. ഇസ്ലാം മതത്തിലേക്ക് മതം മാറ്റാൻ അധികാരമുള്ള എത്ര കേന്ദ്രങ്ങൾ കേരളത്തിലുണ്ട്? അവയൊഴികെ പ്രവർത്തിക്കുന്ന അത്തരം കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാനെങ്കിലും ഈ വലിയ വാക്ക് പറയുന്ന ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനോ ഇവിടുത്തെ ഗവൺമെന്റിനോ സാധിക്കുമോ? ഈ മതം മാറ്റ കേന്ദ്രങ്ങളിൽ തന്നെ, അംഗീകാരമുള്ള മതം മാറ്റ കേന്ദ്രങ്ങളിൽ തന്നെ എന്ത് നടക്കുന്നു എന്ന് അന്വേഷിക്കാൻ, എത്ര പേര് മതം മാറ്റുന്നു, ഏത് സാഹചര്യത്തിൽ എന്ന് എന്തെങ്കിലും കണക്ക് കിട്ടാന് ഇവിടുത്തെ ഗവൺമെന്റിന് എന്തെങ്കിലും വിധത്തിലുള്ള സംവിധാനമുണ്ടോ? അതൊന്നും ഇല്ലാതെ നിയമത്തിന് അതീതമായി കയറഴിച്ചു വിട്ടതുകൊണ്ടല്ലേ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അശാന്തി വതയ്ക്കാൻ ഇവർക്ക് സാധിച്ചത്? എന്തെങ്കിലും വിധത്തിലുള്ള കയ്യും കണക്കും ഇത്തരം കാര്യങ്ങളിൽ ഇവിടുത്തെ ഗവൺമെന്റിന്റെ കീഴിലുണ്ടോ? അവിടെയാണ് ഗവൺമെന്റിന് സാധിക്കാത്ത കാര്യങ്ങളിലേക്ക് ഹൈന്ദവ സംഘടനകൾ കടക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, നമുക്ക് എന്തായാലും നേരത്തെ മജിസ്ട്രേറ്റിന്റെ വെല്ലുവിളി ഏറ്റെടുത്തേ പറ്റുള്ളൂ. കാരണം ഒരു വിധത്തിലും ഇനി ഇത്തരം കണ്ണുനീരുണ്ടാകില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. അതിനു വേണ്ടിയിട്ട് ബഹുമുഖമായ പ്രവർത്തനങ്ങളാണ് നമ്മൾ ആസൂത്രണം ചെയ്യണമെന്ന് നേരത്തെ പറഞ്ഞു. ഇവിടെ നമുക്ക് ചെയ്യാൻ സാധിക്കുക 2 രൂപത്തിലുള്ളതാണ്, 3 രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. ഒന്ന്, സ്വയം പ്രതിരോധം സൃഷ്ടിക്കുക. സ്വയം പ്രതിരോധം സൃഷ്ടിക്കുക എന്നുള്ളത് ഒന്ന്. പ്രക്ഷോഭ മാർഗങ്ങളിലൂടെ പരിഹാരം കാണുക എന്നുള്ളത് ഒന്ന്. അധികൃതരെ കൊണ്ട് അവസാനിപ്പിക്കാനുള്ള ശ്രമം നടത്തുക. ഈ 3 മാർഗങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. ഇത് 3ഉം ഒരുമിപ്പിച്ചു കൊണ്ടുപോയാലേ ഈ കെണിയിൽ നിന്ന് ഊരാൻ സാധിക്കുകയുള്ളൂ. ഒന്ന്, സ്വയം പ്രതിരോധം ഉണ്ടാക്കുക.
എവിടെയാണോ ശരീരം ക്ഷീണിക്കുന്നത് അവിടെയാണ് ആ രോഗം പെട്ടെന്ന് കടന്നു കയറുന്നത്. അപ്പൊ പ്രതിരോധപരമായ ഒരു ഭാഗമുണ്ട് അവിടെ. നമ്മൾ പണ്ട് ചെറിയൊരു ക്ലാസ്സിൽ LP ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഒരു തള്ളപ്പക്ഷി കുട്ടിപ്പക്ഷിയെ കുട്ടികളെ കൊത്തിയാട്ടുമ്പോ, കാരണം കൊത്തിയാട്ടി കഴിഞ്ഞാൽ പിന്നെ തള്ളി